2-3 ദിവസമായിട്ട് നടക്കുന്ന ഒന്നാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയും ചില ഫോൺ സംഭാഷണങ്ങളും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് ഈ മാധ്യമങ്ങളെ, ഈ ന്യൂസ് ചാനൽക്കാരെ പോലീസുകാരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അത് അന്വേഷിക്കാനായിട്ട് പോലീസുണ്ട്. എന്തിനാണ് ഈ മാധ്യമങ്ങൾ അതിലിറങ്ങിത്തിരിക്കുന്നത്? 2 ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന് പറഞ്ഞ് അവരാദ്യം ഒരു പോസ്റ്റ് ഇട്ടു. പിന്നീട് 1:30 രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. ഇപ്പോഴിതാ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നുവെന്ന്, ഉച്ചയ്ക്ക് രാജിവെക്കും, വൈകിട്ട് രാജിവെക്കും, കാലത്ത് രാജിവെക്കും എന്നെല്ലാം പറഞ്ഞ് മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവ് പോലെ ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും രാഹുൽ മാധ്യമങ്ങളെ കാണുകയും നടന്ന സംഭവങ്ങളും ഫോൺ റെക്കോർഡുകളും എല്ലാം കേൾപ്പിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ മാധ്യമങ്ങൾ മാധ്യമധർമ്മം പാലിക്കാത്തത്? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി എന്താണ്? ഏതാണ് ഫേക്ക് ന്യൂസ്, ഏതാണ് ഒറിജിനൽ ന്യൂസ് എന്ന് നമുക്കറിയില്ല. ഫേക്ക് ന്യൂസ് പറയുന്നത് ഇങ്ങനെ നടന്നു, അതായത് അവർ അവിടെ ഉണ്ടായിരുന്നു, ഈ മാധ്യമ റിപ്പോർട്ടർ അവിടെ ഉണ്ടായിരുന്ന പോലെയാണ് അവരെല്ലാ സംഭാഷണങ്ങളും പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ന്യൂസ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു.